ഈ കായംകുളത്തേക്ക് പോവുകയാണെങ്കിൽ യൂത്ത് പ്രതിഭയാണ് LDF സ്ഥാനാർത്ഥിയായി ഇത്തവണയും മത്സരിക്കുന്നത്. എം ലിജു UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ തമ്പി മേട്ടുത്തറ NDA സ്ഥാനാർത്ഥി. കായംകുളം 2021 തെരഞ്ഞെടുപ്പിൽ എന്തായിരുന്നു ജനവിധി എന്ന് പരിശോധിക്കുമ്പോൾ വോട്ട് നില പരിശോധിച്ചാൽ യു പ്രതിഭ 77,348 വോട്ടുകളാണ് കഴിഞ്ഞ തവണ അവിടെ നിന്നും നേടിയത്. അരിതാ ബാബു ആയിരുന്നു UDF-നായി മത്സരിച്ചിരുന്നത്. 71,050 വോട്ടുകൾ അരിതാ ബാബു നേടിയപ്പോൾ പ്രദീപ് ലാൽ NDA കാൻഡിഡേറ്റ് 11,413 വോട്ടുകളാണ് അവിടെ നിന്നും നേടിയത്. 6,298 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് യു പ്രതിഭ അന്ന് ജയിച്ചിരുന്നത്. ഇനി പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ മുന്നണികളുടെ പെർഫോമൻസ് എന്തായിരുന്നു എന്ന് നോക്കുകയാണെങ്കിൽ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിന് കീഴിലാണ് കായംകുളവും ഉൾപ്പെടുന്നത്. ഓരോ മുന്നണിക്കും ലഭിച്ച വോട്ടുകൾ നോക്കിയാൽ KC വേണുഗോപാൽ 50,216 വോട്ടുകൾ നേടി. ശോഭാ സുരേന്ദ്രൻ 48,775 വോട്ടുകൾ നേടി. AM ആരിഫ് 48,020 വോട്ടുകളും നേടി. 1,441 വോട്ടിന്റെ വ്യത്യാസമാണ് അവിടെ ഉള്ളത്. അമൽ സുരേന്ദ്രനാണ് മണ്ഡലത്തിന്റെ വിശകലനങ്ങളുമായി ചേരുന്നത്. അമൽ, ആദ്യം അമ്പലപ്പുഴയിലേക്ക് തന്നെ, സംശയമൊന്നുമില്ല. കാരണം അത്രയധികം ശ്രദ്ധാകേന്ദ്രമായ ഒരു മണ്ഡലം, അത്രയധികം വലിയൊരു മത്സരം നടന്ന ഒരു സ്ഥലം. വോട്ടെണ്ണുമ്പോൾ കേരളം അമ്പലപ്പുഴയിലേക്ക് ഉറപ്പായി ഉറ്റുനോക്കുന്നു. കാരണം ഇനിയിപ്പോൾ അതിലെ കാൻഡിഡേറ്റിൻ്റെ പ്രത്യേകതകളൊന്നും നമ്മളാരും പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അതിൽ തന്നെ അമ്പലപ്പുഴ എങ്ങനെ ചിന്തിക്കും എന്നുള്ളതാണ് അറിയേണ്ടത്. അമ്പലപ്പുഴയിൽ ഇത്തവണ ഉണ്ടാകാൻ പോകുന്ന മാറ്റം ഉണ്ടാകുമോ, അല്ലെങ്കിൽ മാറ്റത്തിൻ്റെ തോതെത്ര എന്നൊക്കെയാണ് അറിയേണ്ടത്. അപ്പോൾ പുന്നപ്ര തെക്ക്, അമ്പലപ്പുഴ തെക്ക്, അമ്പലപ്പുഴ ബ്ലോക്ക്, പുറക്കാട്, ഈ മണ്ഡലങ്ങളിലൊക്കെ തദ്ദേശത്തിൽ UDF-ന് സത്യത്തിൽ നല്ല മേൽക്കൈ ഉണ്ട് ഇത്തവണ. അതിൽ തന്നെ ഈ പുന്നപ്ര തെക്ക് എന്ന് പറയുന്നത് നിലവിൽ G. സുധാകരൻ്റെ വീടിരിക്കുന്ന സ്ഥലം കൂടിയാണ്. പിന്നീടുള്ള അതൊക്കെ തീരപ്രദേശമാണ് എന്നുള്ളതൊക്കെയാണല്ലോ നേരത്തെ തന്നെ അമൽ അവിടെ നിന്നും റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ. പിന്നെ മറ്റൊന്നും SDPI വോട്ടുകൾ കൂടിയാണ്. അപ്പോൾ ഈ പോക്കറ്റുകളൊക്കെ ആർക്ക് അനുകൂലമാകും, ആർക്ക് പ്രതികൂലമാകും, ആർക്കൊപ്പം ചിന്തിക്കും എന്നുള്ളതായിരിക്കും ചിലപ്പോൾ അമ്പലപ്പുഴയിലെ വിധി നിർണ്ണയിക്കുക, അല്ലേ? CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയായ MV ഗോവിന്ദൻ തന്നെ പറഞ്ഞത് പ്രകാരമാണെങ്കിൽ സംസ്ഥാനത്തെ എല്ലാ സീറ്റുകളിലും CPM-ന് ജയിക്കാൻ സാധിച്ചിട്ടും അമ്പലപ്പുഴയിൽ ജയിച്ചില്ല എങ്കിൽ അത് ഏറ്റവും വലിയ പ്രഹരമായിരിക്കുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസ്താവന മുൻപ് തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ വന്നത്. യഥാർത്ഥത്തിൽ അക്ഷരം പ്രതി അത് തന്നെയാണ് കേരള രാഷ്ട്രീയം വീക്ഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അമ്പലപ്പുഴയിലേക്ക് നോക്കുമ്പോൾ പറയാനുള്ളത്. G. സുധാകരന് ശക്തമായ മേൽക്കൈയാണ് ഇപ്പോഴും അമ്പലപ്പുഴയിൽ നിൽക്കുന്നത് എന്ന് തന്നെയാണ് നമുക്ക് അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങളുമായി സംസാരിക്കുമ്പോഴും തെരഞ്ഞെടുപ്പ് പൊതുവെ വിലയിരുത്തുമ്പോഴും മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. 15,000 തൊട്ട് 20,000 വോട്ടുകൾ വരെ G. സുധാകരൻ ക്യാമ്പ് പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും പുന്നപ്ര തെക്ക്, അമ്പലപ്പുഴ തെക്ക്, അതോടൊപ്പം തന്നെ പുറക്കാട് എന്നീ പഞ്ചായത്തുകളുടെ ഭാഗമായിട്ടുള്ള വലിയ രീതിയിലുള്ള വോട്ടുകൾ UDF ക്യാമ്പിലേക്ക്, പ്രത്യേകിച്ചും G. സുധാകരനിലേക്ക് എത്തുമെന്ന് തന്നെയുള്ള ഉറച്ച വിശ്വാസത്തിലാണ് അദ്ദേഹമുള്ളത്. അപ്പോഴും ഈ ആലപ്പുഴ മുനിസിപ്പാലിറ്റിയുടെ ഭാഗമായിട്ടുള്ള അമ്പലപ്പുഴയിലെ മണ്ഡലത്തിന്റെ ഭാഗമായി വരുന്ന വോട്ടുകൾ സലാമിലേക്ക് കേന്ദ്രീകരിക്കുന്നു. അതോടൊപ്പം തന്നെ ജില്ലയിലെ മറ്റ് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ നിന്നുള്ള വോട്ടുകൾ കൂടുതലായും സലാമിലേക്ക് വരുമെന്നുള്ളൊരു പ്രതീക്ഷ LDF ക്യാമ്പിനുണ്ട്. അതോടൊപ്പം തന്നെ 40,000-ന് മുകളിലുള്ള പാർട്ടി വോട്ടുകളാണ് ഇവിടെ ഈ ഒരു അമ്പലപ്പുഴ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം CPM കണക്കുകൂട്ടുന്നത്. അതെല്ലാം കേഡർ വോട്ടുകളെല്ലാം കൃത്യമായി കിട്ടുകയും അതേസമയം BJP കൃത്യമായി വോട്ടുകൾ പിടിക്കുകയും ചെയ്താൽ നിഷ്പ്രയാസം തന്നെ അമ്പലപ്പുഴ മണ്ഡലത്തിൽ ജയിക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയാണ് CPM ക്യാമ്പിനും സലാമിനുമുള്ളത്. പക്ഷേ BJP-യുടെ കാൻഡിഡേറ്റ് ആയിട്ടുള്ള അരുൺ അനിരുദ്ധൻ ധീവരസഭയിൽ നിന്നുള്ള ആളാണ്. മുൻപ് ശോഭാ സുരേന്ദ്രൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പിടിച്ച വോട്ടുകളുടെ അത്രയും ഒന്നും അദ്ദേഹത്തിന് പിടിക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് BJP വൃത്തങ്ങളായി പോലും സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. മാത്രമല്ല തീരദേശത്തെ വോട്ടുകൾ ഒരു ഇടവേള വരെ അത് BJP-യിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നുവെങ്കിൽ തന്നെയും ഇപ്പോൾ G. സുധാകരൻ വന്നതോടുകൂടി UDF-ലേക്ക് തീരദേശ മേഖലയിൽ നിന്നുള്ള വോട്ടുകൾ കാര്യമായി പമ്പ് ചെയ്യും. പരമ്പരാഗതമായി തന്നെ UDF-ന് തുണച്ചിട്ടുള്ള വോട്ടുകളായിരുന്നു അമ്പലപ്പുഴയിലെ തീരദേശ മേഖലയിൽ നിന്നുണ്ടായിട്ടുള്ളത് എന്ന കാര്യത്തിലും സംശയമില്ല. അങ്ങനെ വരുമ്പോഴാണ് SDPI വോട്ടുകളെ ചർച്ചയാക്കിക്കൊണ്ടുള്ള G. സുധാകരന്റെ മാസ്റ്റർ സ്ട്രോക്ക് ഈ തെരഞ്ഞെടുപ്പ് സമയത്തുണ്ടായിരുന്നത്. അത്തരത്തിൽ സലാമിനെതിരെ, സലാമിന് SDPI-യുടെ ആളായി കാണിക്കുന്ന G. സുധാകരന്റെ തെരഞ്ഞെടുപ്പ് തന്ത്രം ഈ ന്യൂനപക്ഷ വോട്ടുകൾക്കിടയിൽ വലിയ രീതിയിലുള്ള ആശയക്കുഴപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നും SDPIക്ക് പുറത്തു നിൽക്കുന്ന ന്യൂനപക്ഷങ്ങൾ കൂട്ടത്തോടെ G. സുധാകരന് വോട്ട് ചെയ്യുവാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് അമ്പലപ്പുഴ എന്ന് പറയുന്നത്. അത്തരത്തിൽ ഈ G. സുധാകരൻ തന്നെ SDPക്കാരനാക്കുന്നതിനെതിരെ ശക്തമായി തന്നെ സലാം രംഗത്ത് വരികയും ആർക്കാണ് SDPയുമായി ബന്ധമുള്ളത് എന്ന കാര്യം തുറന്നു കാട്ടുമെന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ G. സുധാകരന്റെ ആ ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രം ഫലിച്ചാൽ അത് G. സുധാകരൻ ക്യാമ്പിന് ഏറ്റവും കൂടുതൽ ശക്തമാകുന്ന ഒരു കാര്യമാകും. അതോടൊപ്പം തന്നെ H. സലാമിന് പ്രഹരമാകുന്ന ഒരു കാര്യമാകും. അതോടൊപ്പം തന്നെ നമ്മൾ കാണേണ്ട മറ്റ് ചില മണ്ഡലങ്ങൾ കൂടിയുണ്ട്.
പക്ഷേ അതിന് മുൻപായി തന്നെ അമ്പലപ്പുഴ മണ്ഡലത്തിന്റെ ഈ ഒരു പൊതുചിത്രം തെളിഞ്ഞു വരുമ്പോൾ അത് പ്രത്യേകിച്ചും അമ്പലപ്പുഴ മണ്ഡലത്തിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ പാർട്ടിക്ക് CPM-ന് ഇവിടെ ഒരു കാലിടറൽ ഉണ്ടായാൽ അത് വലിയ രീതിയിലുള്ള ഒരു പ്രഹമാകും. പുന്നപ്ര വയലാർ സമര രക്തസാക്ഷി സമര സ്മാരകം എല്ലാം നിലനിൽക്കുന്ന ഒരു മണ്ഡലമാണ്. അതോടൊപ്പം തന്നെ 2001 ഇവിടെ 2001 വരെ ഇവിടെ UDF-ന് ജനിക്കുവാൻ സാധിച്ചിരുന്നു. പിന്നീട് G. സുധാകരന്റെ വരവോടുകൂടി അല്ലെങ്കിൽ G. സുധാകരൻ ശക്തമായ സാന്നിധ്യമായതിനോട് ശേഷം അമ്പലപ്പുഴ മണ്ഡലം ഉറച്ച കോട്ടയായിരുന്നു. കഴിഞ്ഞ വട്ടം 15,000-ൽ താഴെ വോട്ടുകൾക്ക് മാത്രമാണ് സലാം ജയിക്കുന്നത്. 50,000 വോട്ടുകളായിരുന്നു M. ലിജു അന്ന് ഇവിടെ പിടിച്ചതെന്ന കാര്യം കൂടി നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. ആ 50,000 വോട്ടുകൾ കൃത്യമായി തന്നെ G. സുധാകരന് വോട്ട് ചെയ്യപ്പെട്ടാൽ അത് വലിയ രീതിയിലുള്ള ഒരു മാറ്റമായിരിക്കും. G. സുധാകരന്റെ വിജയത്തിലേക്ക് എത്തിക്കുന്ന ഒരു കാര്യമായിരിക്കും. മറ്റൊന്ന് കായംകുളവുമാണ് നമ്മൾ ഈ ആലപ്പുഴയിൽ ഉറ്റുനോക്കുന്ന മറ്റു 2 മണ്ഡലങ്ങൾ. അതും ആർക്കൊപ്പം ചിന്തിക്കും, അവിടെ എന്തൊക്കെ അട്ടിമറികൾക്കൊക്കെ സാധ്യതയുണ്ടോ, എന്താണ് ഒടുവിലത്തെ കണക്കുകൂട്ടലുകൾ? ശ്യാമിലി, കായംകുളത്ത് 3-ാം തവണയും യു പ്രതിഭയെ ഇറക്കി CPM ഒരു നയം, അതിന്റെ നയത്തിൽ നിന്ന് കുറച്ചുകൂടി വ്യതിചലിച്ചുകൊണ്ട് ഈ ഒരു ടേം വ്യവസ്ഥയൊക്കെ മട്ടിമറന്നുകൊണ്ടാണ് യു പ്രതിഭയ്ക്ക് 3-ാമതും കായംകുളത്ത് ഒരു സീറ്റ് നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പ്രത്യേകിച്ച് നമുക്കറിയാവുന്നതാണ്, കായംകുളം മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം യു പ്രതിഭയും അവിടുത്തെ CPM നേതൃത്വവും തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം പരസ്യമായ രഹസ്യം തന്നെയായിരുന്നു. പ്രത്യേകിച്ചും അത്തരത്തിലുള്ള ഒരു സംഭവം നിലനിൽക്കുന്നതിന്റെ തുടക്കത്തിലാണ് കായംകുളത്ത് കോൺഗ്രസിന്റെ 2-ാം സ്ഥാനാർത്ഥി പട്ടികയിലാണ് M. ലിജു വരുന്നത്. പക്ഷേ അതിവേഗത്തിൽ തന്നെ കായംകുളം മണ്ഡലത്തിൽ ലിജുവിന് വലിയ രീതിയിലുള്ള സാന്നിധ്യം ഉറപ്പിക്കാൻ സാധിക്കുന്ന ആ ഒരു ഘട്ടത്തിലാണ് UDF-ന്റെ മണ്ഡലം കൺവീനർ ആയിട്ടുള്ള A. ഇർഷാദിന്റെ ഭാഗത്തു നിന്ന് അങ്ങേയറ്റം അശ്ലീല ചുവയോടുകൂടിയുള്ള ഒരു പ്രസ്താവന അത് യു പ്രതിഭയ്ക്ക് എതിരായിട്ട് വരുന്നത്. ന്യൂസ് മലയാളമാണ് ആ വാർത്ത ആദ്യമായി നൽകിയത് പോലും. ഏതായാലും ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന വന്നപ്പോൾ അത് യു പ്രതിഭയ്ക്ക് വലിയ രീതിയിൽ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഗോദയിൽ വലിയ രീതിയിലുള്ള ഒരു മേൽക്കൈ നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഈ M. ലിജുവിന് പക്ഷേ വളരെ വേഗത്തിൽ തന്നെ ഈ ഒരു പ്രതിസന്ധിയെ മറികടക്കാൻ സാധിക്കുകയും അവിടെ ശക്തമായിട്ടുള്ള ഒരു മേൽക്കൈ ഉണ്ടാക്കുവാനും സാധിക്കും. പ്രത്യേകിച്ചും ചെട്ടിക്കുളങ്ങരയാവട്ടെ, അതോടൊപ്പം തന്നെ പത്തിയൂരാവട്ടെ, ഇവിടങ്ങളിലെല്ലാം UDF-ന് വലിയ രീതിയിലുള്ള ഒരു പിന്തുണ ഏറി വരുന്നുണ്ട്. കായംകുളം മുനിസിപ്പാലിറ്റി ഭാഗത്തടക്കം UDF-ന് വലിയ രീതിയിലുള്ള ഒരു ശക്തി പ്രകടനം നടത്താൻ സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല, കൊട്ടിക്കലാശത്തിന്റെ ആ ഒരു ദിവസം പോലും UDF-ന്റെ പ്രചരണ വാഹനങ്ങളടക്കം തകർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അരൂരിലേക്ക് വരുമ്പോൾ അവിടെ ഷാനിമോൾ ഉസ്മാൻ ഇപ്പോൾ മേൽക്കൈ നേടി നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. 2-ാം ടൈമാണ് അവിടെ ദലീമ ജോജോ മത്സരത്തിന് ഇറങ്ങുന്നത്. പ്രത്യേകിച്ചും ദലീമയുടെ പാട്ടുകളെല്ലാം വലിയ രീതിയിൽ മണ്ഡലത്തിൽ പാട്ടുപാടിയാണ് വോട്ട് പിടിക്കാൻ ദലീമ പോയത്. പക്ഷേ ആ പാട്ടുപാടിയുള്ള വോട്ടുപിടുത്തം അത്ര കണ്ട് അങ്ങ് ഫലം കണ്ടിട്ടുണ്ടോ എന്ന കാര്യത്തിലൊക്കെ ഇപ്പോൾ സംശയമുണ്ട്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി അടക്കം ഈ ആലപ്പുഴ ജില്ലയിൽ എത്തി പ്രചരണം നടത്തിയ 4 മണ്ഡലങ്ങളാണുള്ളത്. അത് കുട്ടനാട്, അരൂര്, കായംകുളം, അതോടൊപ്പം തന്നെ അമ്പലപ്പുഴ. ഈ 4 മണ്ഡലങ്ങളിലും CPM-ന് വലിയ രീതിയിലുള്ള ഭയമുണ്ട്, ആശങ്കയുണ്ട് എന്ന കാര്യം വ്യക്തമാണ്. ഈ മണ്ഡലങ്ങളിൽ വലിയ രീതിയിലുള്ള അടിയൊഴുക്കുകൾ ഉണ്ടാകുവാനുള്ള വിവരങ്ങൾ നൽകിയത്.